തീർത്തും ഏകപക്ഷീയമായ കരാർ അടിച്ചേൽപ്പിക്കുന്നത് ഒരു രാഷ്ട്രവും സമ്മതിക്കില്ല. ഇറാനും അത് സമ്മതിച്ചില്ല. 6ാം വട്ടം അത് സംബന്ധമായ ചർച്ച നടക്കാനിരിക്കുമ്പോൾ അത് ഏകദേശം പാസ്സാവുമെന്നും ഇറാൻ ഈ അണുവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുമെന്നും ഉറപ്പെത്തിയ ഒരു സന്ദർഭത്തിൽ അമേരിക്കയുടെ വിലക്ക് പോലും മാനിക്കാതെ ഇറാനിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഒരു പ്രകോപനവുമില്ലാതെ ബോംബിംഗ് നടത്തുന്നു, മിസൈൽ ആക്രമണം നടത്തുന്നു. ഇതെന്തിനാണ്? ഈ അണുവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്ന് പറഞ്ഞാൽ ആ നാടിനെ നശിപ്പിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് 6ാം വട്ട ചർച്ച നടക്കരുത്. ഈ ഒരു കരാറിൽ അമേരിക്കയോടൊപ്പം ഇറാൻ ഒപ്പുവെക്കരുത്. ഇതില്ലാതാക്കാൻ വേണ്ടി യാതൊരു പ്രകോപനവുമില്ലാതെ അവരുടെ അഭിമാന കേന്ദ്രങ്ങളിൽ ഇവർ മിസൈൽ പതിപ്പിക്കുന്നു. സ്വാഭാവികമായും അവർ തിരിച്ചും മിസൈൽ വിടുന്നു. പശ്ചിമേഷ്യ അശാന്തമായിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം ടോട്ടൽ പരിശോധിച്ചാൽ ഞങ്ങളെ നാട്ടുകാർ സമ്പൂർണ്ണമായി സുരക്ഷിതരാണെന്നും ഒരാളെയും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞങ്ങളെ ഇസ്രായേലിൽ സാധ്യമല്ലെന്നും ജനങ്ങൾ മുതൽ ഭരണാധികാരികൾ വരെയും തെറ്റിദ്ധരിച്ചിരുന്നു. അവരുടെ ആ ധാരണയെ സമ്പൂർണ്ണമായി തിരുത്താനും ടെലവീവിൻ്റെ ചിത്രം കാണാനുണ്ട്. ഇപ്പോൾ അവരവരുടെ നാട്ടുകാർക്ക് നിർദ്ദേശം കഠിനമായി നൽകി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ബോംബിംഗ് വഴിയുള്ള ഈ നാശങ്ങളോ വീഡിയോ പിടിക്കരുത്, ഫോട്ടോ പിടിക്കരുതെന്ന്. എന്നാലും പുറത്തു വന്ന കുറച്ച് ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ടെലവീവൊക്കെ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്.